സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണെന്ന് ലീഗിനെ അനുകൂലിക്കുന്ന ഹക്കീം ഫൈസി ആതൃശ്ശേരി സമസ്തയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CIC-യും സമസ്തയുമായി ഇതുവരെ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ലെന്നും ഹക്കീം ഫൈസി വ്യക്തമാക്കി. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂലത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സ്. മുക്കം ഉമർ ഫൈസിക്കും സമസ്ത മുഷാവറ അംഗം സലാം ബാഖവിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളുമായാണ് CIC ജനറൽ സെക്രട്ടറിയും ലീഗ് അനുകൂലിയുമായ ഹക്കീം ഫൈസി ആതൃശ്ശേരി മാധ്യമങ്ങൾക്കു മുന്നിലെത്തിയത്. സമസ്തയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്ന് ഹക്കീം ഫൈസി പറഞ്ഞു. ഉമർ ഫൈസി പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാനാകാത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചിലതൊക്കെ പരിഗണിക്കും, കേൾക്കും എന്നൊക്കെയാണ്. കാരണം ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പൊ അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. സമസ്തയിൽ ശുദ്ധീകരണം വേണം. CIC-യുമായി സമസ്ത നേതാക്കൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും മധ്യസ്ഥരാണ് എത്തിയിരുന്നതെന്നും ഹക്കീം ഫൈസി പറഞ്ഞു. ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കണം. ഇപ്പോ വിശ്വാസം എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഇ, ഖിയാസ്, അതിലെ പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങൾ തിരുത്തരുത് എന്ന് പറയുമ്പോൾ ശൈലികൾ തിരുത്തണം. ഇപ്പൊ അൽഅസർ യൂണിവേഴ്സിറ്റി, ഈജിപ്തിലെ അൽഅസർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശൈലികൾ മാറ്റിയിട്ടുണ്ട്. ഇന്നും അവര്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലോക മുസ്ലിം മുഖ്യധാര ആ ആശയത്തിനും ആദർശത്തിനാണ്. അതേ സമയത്ത് അവിടെ അത് മാറിയിട്ടുണ്ട്. അവര് യൂറോപ്പിലും അതുപോലുള്ള ലോക രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവര് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തീവ്രവാദ നിലപാടുകൾക്കും എതിരാണ് താനെന്നും സലാം ബാഖവി നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി പറഞ്ഞു. തന്റെ നിലപാടുകളെക്കുറിച്ച് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം. ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണം. പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ഹക്കീം ഫൈസി വ്യക്തമാക്കി. കേരള വിഷൻ, മലപ്പുറം.